എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് ടെസ്റ്റ് വഴി നടത്തുമെന്ന് ആരോഗ്യമന്ത്രി. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങൾ ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് ടെസ്റ്റ് മുഖാന്തരം നടത്തണം എന്നുള്ളത് നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും വിദ്യാർത്ഥികളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെയായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ആ ഒരു പ്രവേശന നടപടികൾ നടത്തുന്ന സമയത്ത് ആ ഒരു എക്സാം നടത്തുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിനും ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനും വൈകും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് ഈ ഒരു +2 മാർക്ക് ബേസ്, അതായത് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനായിട്ട് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ ആ ഒരു കാര്യം കർശനമാക്കിയത് കൊണ്ടാണ് ഈ വർഷം മുതൽ എൻട്രൻസ് ടെസ്റ്റ് വഴി ഈ ഒരു പ്രവേശന നടപടികൾ നടത്തുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത്. ഏത് ഏജൻസിയാണ് എക്സാം നടത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ LBS സെൻറ്റർ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. കാരണം LBSന് വിവിധ സെൻറ്റേഴ്സുകളിൽ, അതായത് അവർക്ക് ആ ഒരു എക്സാം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ LBS വഴിയായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ വഴിയായിരിക്കും, അതായത് CEE, അതായത് ഈ ഒരു എൻട്രൻസ് കമ്മീഷണർ മുഖാന്തരമായിരിക്കും ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തപ്പെടുക. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം, ഏത് ഏജൻസിയാണ് നടത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ, അതായത് കഴിഞ്ഞ വർഷം ഒക്കെ BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നത് LBS സെൻറ്റർ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഏത് ഏജൻസിയാണ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ നടത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ വിദ്യാർത്ഥികളുടെ +2വിൻ്റെ ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം നടത്തപ്പെടുക. നേരത്തെ തന്നെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് ഈ ഒരു പ്രവേശനം നൽകുന്നത്, BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകുന്നത്. അപ്പോൾ നിങ്ങൾ +2വിന് പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവ അടങ്ങിയിട്ടുള്ള സിലബസ് തന്നെയായിരിക്കും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനും ഉണ്ടാകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.